എല്ലാവരും മണി ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ടിട്ട് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. 1/2 കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ നമ്മളിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ള കാരണം കൊണ്ട്. 1/2 കിലോ ചെമ്മീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ 10-20 ചെമ്മീനേ ഉള്ളൂ കേട്ടോ. ചെമ്മീനിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മൂടി വെച്ച് വേവിക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് റോസ്റ്റ് ചെയ്യാം. ചെമ്മീൻ ഇറക്കി വയ്ക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ 2 സവോള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, ഒരു 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 8-10 വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഗ്യാസ് കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള വഴറ്റാൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഒന്നായി വരട്ടെ കേട്ടോ. സവോള വഴറ്റി വന്നിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, വലിയൊരു തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഫുള്ളായിട്ട് ഒന്ന് വെന്ത ഉടയുന്നത് വരെ വേവിച്ചെടുക്കാം. സബോളയൊക്കെ തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലാക്കി ആവശ്യമായ പൊടികൾ ചേർക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം.
നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണോളം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. തള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ബീഫിലൊക്കെ തേങ്ങ കൊത്തിടുന്ന മാതിരി ചെമ്മീനിൽ തേങ്ങ കൊത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ തേങ്ങാക്കൊത്തിലും ചെമ്മീനിലും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മസാല പിടിക്കും. അപ്പോൾ അതുവരെ നമുക്കിത് കുറുകി റോസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള നല്ല ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ട് റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം.